Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. മനോഹർ ജ്വല്ലറീസ്, ജുവൽ ഹൗസ്, ജുവൽ ജംഗ്ഷൻ, പയ്യന്നൂർ since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ ഒരേയൊരു MT കഥാവശേഷനായി. MT എന്ന രണ്ടക്ഷരത്തിലെഴുതിയ ഇതിഹാസ കാവ്യത്തിന്റെ അവസാന അധ്യായവും പൂർത്തിയാകുമ്പോൾ തിരശീലക്ക് പുറകിലേക്ക് മറയുന്നത് മലയാള സാഹിത്യത്തിന്റെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ. കാൽപന്ത് കളിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ രാപ്പകലുകളെ ആവേശഭരിതമാക്കിയ സബ് ജൂനിയർ സെബത്രാക്കോ ദേശീയ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മണിപ്പൂരിന്റെ വെല്ലുവിളികൾക്കിടയിലും രഘു ഇവന്റിലും ഡബിൾ ഇവന്റിലും കേരള പെൺകുട്ടികൾ സ്വർണമണിഞ്ഞു. ഉപ്പുവെള്ളക്കെടുതിയിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ മൂലക്കീൽ നിവാസികൾ. മാടായി ഗ്രാമപഞ്ചായത്തിലെ വെങ്ങര, മൂലക്കീൽ ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജീവിതത്തിൽ പരിമിതികളെ മറികടന്ന് പരസ്പരം താങ്ങും തണലുമായി 5 ദമ്പതികൾ. 5 പേരും തങ്ങളുടെ തുണയെ കണ്ടെത്തി ജീവിത വിജയം നേടിയത് ഫ്ലൈ കൂട്ടായ്മയിലൂടെ. വാർത്തകൾ വിശദമായി. അക്ഷരങ്ങളോട് പ്രണയിച്ചും വാക്കുകളോട് ഇണങ്ങിയും പിണങ്ങിയും ചിലപ്പോൾ കലഹിച്ചും കൂടല്ലൂരുകാരൻ വാസുദേവൻ മലയാളത്തിന്റെ MT ആയി പരിണമിച്ചത് ഒറ്റ രാത്രി കൊണ്ടല്ല. MT എന്ന രണ്ടക്ഷരത്തിലെഴുതിയ ഇതിഹാസ കാവ്യത്തിന്റെ അവസാന അധ്യായവും പൂർത്തിയാകുമ്പോൾ തിരശീലക്ക് പുറകിലേക്ക് മറയുന്നത് മലയാള സാഹിത്യത്തിന്റെ പകരക്കാരനില്ലാത്ത അമരക്കാരനാണ്. പന്ത് കളിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ രാപ്പകലുകളെ ആവേശഭരിതമാക്കിയ സബ് ജൂനിയർ സെബത്രാക്കോ ദേശീയ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മണിപ്പൂരിന്റെ വെല്ലുവിളികൾക്കിടയിലും രഘു ഇവന്റിലും ഡബിൾ ഇവന്റിലും കേരള പെൺകുട്ടികൾ സ്വർണമണിഞ്ഞു. സെപക്താക്രോ എന്ന ഗെയിമിലെ 15 പേർ പങ്കെടുക്കുന്ന ഗ്ലാമർ ഇനമായ ടീം ഇവന്റിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കരുത്തരായ മണിപ്പൂരാണ് കിരീടം ചൂടിയത്.
ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഉത്തർപ്രദേശിനാണ് 2ാം സ്ഥാനം. ആതിഥേയരായ കേരളം 3ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ ടീം ഇവന്റിൽ കേരളത്തിനാണ് 2ാം സ്ഥാനം. മഹാരാഷ്ട്രക്കാണ് 3ാം സ്ഥാനം. പെൺകുട്ടികളുടെ രഘു ഇവന്റിലും ഡബിൾസ് ഇവന്റിലും കേരളം ജേതാക്കളായി. ആൺകുട്ടികളുടെ രഘു ഇവന്റിൽ മണിപ്പൂർ 1ാം സ്ഥാനം നേടിയപ്പോൾ ബീഹാർ 2ാമതും ഡൽഹിയും ഉത്തർപ്രദേശും 3ാമതും എത്തി. 5 ദിവസങ്ങളിലായി നടന്നുവന്ന ചാമ്പ്യൻഷിപ്പിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ ഇവന്റുകളുടെ സമ്മാനദാനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചിരുന്നു. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. വ്യാഴാഴ്ച നടന്ന സമാപന സമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി വർക്കിംഗ് ചെയർമാൻ C സുനിൽകുമാർ, ജനറൽ കൺവീനർ VPP മുസ്തഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി KV ബാബു, സെബക് താക്രോ ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വീരഗൌഡ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാടായി ഗ്രാമപഞ്ചായത്തിലെ വെങ്ങര മൂലക്കീൽ ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും. പോലീസ് അടച്ചിട്ട ഗേറ്റ് തള്ളി തുറന്ന് സമരക്കാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രതിഷേധിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിലെ മൂലക്കീൽ വെള്ളച്ചാൽ കൺകെട്ടിച്ചിറ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കർഷക സംഘം മാടായി നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. വെങ്ങര മൂലക്കീലിൽ നിന്ന് പ്രകടനമായാണ് സമരക്കാർ പഞ്ചായത്തിലെത്തിയത്. ഗേറ്റ് അടച്ച് സമരക്കാരെ പോലീസ് പ്രതിരോധിച്ചെങ്കിലും ഇത് കൂട്ടാക്കാതെ ബലപ്രയോഗത്തിലൂടെ ഗേറ്റ് തള്ളി തുറന്ന സമരക്കാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമരം നടത്തി. പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റത്തിനും കാരണമായി. ഇവരോട് ചോദിക്കാൻ ഞങ്ങൾ എത്ര മാന്യതയോടെ പെരുമാറിയുന്നു. നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ആരാ? പയ്യന്നൂർ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറിയിട്ട് കോലം കത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്യാം. സമരം CPIM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും പോലീസിന്റെ തെറ്റായ സമീപനമാണ് വാക്കേറ്റത്തിന് കാരണമായതെന്നും ഇതിന്റെ പേരിൽ കള്ളക്കേസെടുത്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും V വിനോദ് പറഞ്ഞു. ഒരു ജനക്കൂട്ടത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നതിന്റെ പ്രാഥമികമായ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടാക്കിയതുപോലെ ഒരു സീൻ ഉണ്ടാക്കില്ല. ഇനി എന്താ അടുത്തത്? കേസുകളായിരിക്കും. കേസ് കള്ളക്കേസിന്റെ രൂപത്തിലേക്ക് വന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിലിരിക്കും. ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ആലോചനയിലേക്ക് പോകണ്ട. പിന്നെ വരട്ടെ, ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും വരുമല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ സമാധാനപരമായാണ് ഞങ്ങൾ സമരം നടത്തിയിട്ടുള്ളത്. ഒരനിഷ്ടകരമായ സംഭവം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. P ജനാർദ്ദനൻ, TV ചന്ദ്രൻ, വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഉപ്പുവെള്ളക്കെടുതിയിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ മൂലക്കീൽ നിവാസികൾ. കൃഷിഭൂമിയിൽ ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറുന്നത് ജനജീവിതം ദുസ്സഹമാവുകയാണ്. കൺകെട്ടിച്ചിറയുടെ സംരക്ഷണം നടത്താത്തത് കാരണമാണ് ഉപ്പുവെള്ളം കയറുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാടായി ഗ്രാമപഞ്ചായത്തിലെ 19ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കങ്കട്ടുചിറയിലെ വെള്ളച്ചാൽ മൂലക്കീൽ പ്രദേശങ്ങളിലെ 2 ഇടമഞ്ചകളിൽ കൂടി പാലക്കോട് മൂലക്കീൽ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി പഞ്ചായത്തിലെ 1, 2, 3, 19, 20 എന്നീ വാർഡുകളിലെ ആയിരക്കണക്കിന് വരുന്ന കൃഷിഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഴുന്ന്, പയർ, ചെറുപയർ തുടങ്ങിയ ഇടവിളകളും പച്ചക്കറികളും കൃഷി ചെയ്യേണ്ടുന്ന ഈ സമയത്ത് ഈ പ്രദേശം വെള്ളം കയറി സർവനാശം വിതച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാലിലുള്ള ഇടമഞ്ച പൂർണ്ണമായും നശിച്ചു പോകുകയും മൂലക്കീലുള്ള ഇടമഞ്ച ഭാഗികമായി തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. വെള്ളച്ചാലിലെ ഇടമഞ്ചയിലൂടെ വെള്ളം കയറ്റി പരിസരവാസികളായ ചിലർ മത്സ്യബന്ധനത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയുണ്ട്. നിബന്ധനകൾ പാലിക്കാതെ മത്സ്യബന്ധനത്തിന് ഉപ്പുവെള്ളം കയറ്റുന്നതിനാൽ കൃഷിഭൂമി സംരക്ഷണവും ഇടമഞ്ച പരിപാലനവും അവതാളത്തിലാവുകയും ചെയ്തിരിക്കുകയാണെന്നും ആക്ഷേപമുയരുന്നു. പ്രശ്നം നിരവധി തവണ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം K അനിത പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഉപ്പുവെള്ളം കയറുന്നതിനുള്ള പരിഹാരം
എന്നുവെച്ചാൽ നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പുവെള്ളം കയറിയിട്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ എന്നുവെച്ചാൽ എല്ലാവരും വിത്തിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പയർ, ഉഴുന്ന് അതെല്ലാം നശിച്ചു വെള്ളം കയറിയിട്ട്. അതുപോലെ പച്ചക്കറി നടുന്നൊരു മുലക്കീൽ പ്രദേശം എന്ന് പറഞ്ഞാൽ പച്ചക്കറി നടുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അവരിതെല്ലാം നശിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നും പച്ചക്കറി നടാനും പറ്റാത്തൊരവസ്ഥയാണ്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജീവിതത്തിൽ പരിമിതികളെ മറികടന്ന് പരസ്പരം താങ്ങും തണലുമായി 5 ദമ്പതികൾ. ഫ്ലൈ കൂട്ടായ്മയിലൂടെയാണ് ഈ 5 പേരും തങ്ങളുടെ തുണയെ കണ്ടെത്തിയത്. പരസ്പരം താങ്ങും തണലുമായി ജീവിത വിജയം നേടിയിരിക്കുകയാണിവർ. കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കുന്ന ഫ്ലൈ കൂട്ടായ്മയിലെ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഉള്ളത് പുറച്ചേരി കേശവതീരം എന്ന സ്ഥലത്താണ്. ഇവിടെ ഫ്ലൈയുടെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10-18 വർഷമായി ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച ഒരു സംഘടനയാണ് ഫ്ലൈ. ഫ്ലൈയിലൂടെ ജീവിതത്തിലൂടെ പറക്കാൻ സാധിച്ച കുറച്ച് ആളുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമസ്കാരമുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? സുരേന്ദ്രൻ. പേരെന്താ? ലിജ അല്ലേ? അതായത് ഫ്ലൈയിലൂടെ പരിചയപ്പെടുകയും അവർ പിന്നീട് ജീവിത സഖികളായി കൂട്ടുകയും ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ ഒരു ജോഡിയൊന്നല്ല കേട്ടോ. എത്ര പേരാണ് ഉള്ളത് ഇപ്പോൾ ഫ്ലൈയിലൂടെ ഒരുമിച്ച്? എത്ര ആളാണുള്ളത്? 5 പേരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. വീട് എവിടെയാണ്? ഞാൻ ജനിച്ചത് പറഞ്ഞൊക്കെ കണ്ണാടിപ്പുറം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ തളിപ്പറമ്പിൽ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. 8 വർഷമായി അല്ലേ? ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? തളിപ്പറമ്പിൽ അല്ലേ? ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? എവിടെയാ? തളിപ്പറമ്പിൽ തന്നെ അല്ലേ? വളരെ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട് അല്ലേ? വളരെ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ? ചിത്രകാരനാണ് അല്ലേ? ചിത്രങ്ങൾ വരക്കും, എക്സിബിഷൻ നടത്തും. അതിലൂടെ കണ്ടെത്തുന്നുണ്ട് അല്ലേ? എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആള് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. പേരെന്താ? റഹീമ. എന്റെ പേരെന്താ? എവിടെയാ വീട്? എവിടെയാ? പുതിയങ്ങാടിയിലാണ് അല്ലേ വീട്? ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? പുതിയങ്ങാടിയിൽ തന്നെ താമസിച്ചു പോകുന്നത്. എപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്? 2021 ജൂലൈ 18 പരിചയപ്പെട്ട അല്ലേ? കൃത്യമായിട്ട് കല്യാണം കഴിഞ്ഞ് പരിചയപ്പെട്ടു. എപ്പോഴാണ് പരിചയപ്പെട്ടത്? നമ്മൾക്ക് ഒരാൾ കൊണ്ടുതരുന്നത് നമ്മളെ ബഷീർക്ക. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. വളരെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് അല്ലേ? വീട്ടുകാരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിച്ച് പോകുന്നുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത ആളെ കൂടെ പരിചയപ്പെടാം. പേരെന്താ? കവിത. പേര് കേട്ടാല് കവിത ചൊല്ലുന്നു തോന്നുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട് പാടും അല്ലേ? അപ്പൊ ചേട്ടന്റെ പേരും കൂടെ നമുക്ക് ചോദിക്കാം. ബിജു അല്ലേ? അപ്പൊ ബിജു ഏട്ടാ, ആദ്യം നമുക്ക് കവിത ചേച്ചിയുടെ 2 പാട്ട് കേൾക്കാം. ചന്ദനം ചാത്തിയ ഹേമന്ത നീല നിശീതിനി മാനസദേവന്റെ ചുംബന പൂക്കളോ നിരവധി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷം. 2016 നവംബർ 27. ഫ്ലൈയിൽ വെച്ചിട്ടാണോ പരിചയം? നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. 6 വർഷത്തോളം. അങ്ങനെ അത് നമ്മളുടെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 2 വീട്ടുകാരും രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ട് നല്ല രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതൊരു മാതൃകയാണ് അല്ലെ? ജീവിതത്തിൽ നമ്മൾ ഒരു ഘട്ടത്തിലും തളരാതെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രശ്നത്തില് ബന്ധം ഏർപ്പെടുന്ന ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് നമ്മള് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലെ? ചേട്ടനും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലെ? അടിപൊളിയായിട്ട് പോകുന്നു. നമ്മള് 10-15 വർഷമായിട്ട് നല്ല സുഹൃത്തുക്കൾ ക്യാമ്പ് തുടങ്ങിയ ആദ്യത്തെ 2-3 വർഷം കഴിഞ്ഞ് പിന്നീട് ക്യാമ്പിൽ വന്നു. ഒരു 5-6 വർഷം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പ് നേരെ ജീവിതത്തിലേക്ക് ആക്കിയാലോ തീരുമാനിച്ചു. ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ഹാപ്പിയാണ് അല്ലെ? നമുക്ക് സമയം പരിമിതി ഉള്ളത് കൊണ്ടാണ് അടുത്ത ആളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് പ്രണവേ. കാരണം ഇദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. 10ാം ക്ലാസ് വരെ ഞാനും സുരേഷും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? മാടായി സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. സുരേഷ് അസുഖമായിട്ട് എങ്ങനെയായിരുന്നു സുരേഷ് ഈ തെങ്ങുകയറ്റായിരുന്നു ജോലി.
അപ്പോൾ ഒരിക്കൽ തേങ്ങ ഇടാൻ പോയപ്പം ഒരു അപകടം പറ്റി. തെങ്ങിൽ നിന്ന് വീണ് നട്ടലിന് കെട്ടുവരുന്നു. 1999 സംഭവിച്ചത്. ഏപ്രിൽ 10 നട്ടലിന് പറ്റി കുറേ കാലം കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ ഒരു 10 വർഷത്തിന് ശേഷമാണ് ആദ്യം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇങ്ങനെ ഫ്ലൈ എന്നൊരു സംഘടന ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ 2010 ഫ്ലൈയിൽ വരാൻ തുടങ്ങി. അവിടെ മുതൽ ഇന്ന് വരെ എല്ലാ കൊല്ലവും ഫ്ലൈ ക്യാമ്പിന് തീർച്ചയായും 3 ദിവസം ഞാൻ പങ്കെടുത്തു. എന്തായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഈ ദിവസം ഇവിടെ എത്തിയിരിക്കും. അങ്ങനെയാണ് ഫ്ലൈയിലൂടെയാണ് നമ്മുടെ കൂട്ടുകാരിയെ ചെറിയ ദൂരം എന്നല്ല, കൊടുങ്ങല്ലൂരാ വീട് അല്ലേ? മഞ്ജു അല്ലേ? വീട് സ്വന്തം സ്ഥലം എവിടെയാ? കൊടുങ്ങല്ലൂർ. ആ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷമായി അല്ലേ? നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലേ? രണ്ടാളും സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് നിങ്ങളുടേതായ വരുമാനം കണ്ടെത്തുന്നുണ്ട് അല്ലേ? എനിക്ക് പറയാനുള്ളത്, സുരേഷ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപകട സമയത്ത് ഞാൻ സുരേഷിനെ അപകടം കഴിഞ്ഞ് കാണാൻ പോയപ്പോൾ ഏറെ വിഷമത്തിലായിരുന്നു അന്ന് സുരേഷ്. സുരേഷ് എന്നോട് പറഞ്ഞു, നികേഷ്, എനിക്ക് ഒരു പക്ഷെ മരിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ കാണുമ്പോൾ സുരേഷിന്റെ മുഖത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലേ? ഇനി നമുക്ക് മരിക്കണം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ഒരു 2 ജന്മം ഉണ്ടെങ്കിൽ കൂടെ ജീവിക്കണം അല്ലെ? വീട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഉണ്ട് അല്ലെ? ഫ്ലൈയുടെ നല്ല സപ്പോർട്ട് ഉണ്ട് അല്ലെ? ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ നമുക്ക് അടുത്ത ആളെയും കൂടി ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? അനീഷ് അല്ലെ? പേരെന്താ? രജുല അല്ലെ? വീട് എവിടെയാ? പയ്യന്നൂർ അല്ലേ? ആലക്കാടാണല്ലേ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അടിപൊളിയാണല്ലേ? വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു ദിവസം എത്ര ലോട്ടറി വിൽക്കും? നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ലോട്ടറി തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ലോട്ടറിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഫ്ലൈയിൽ വന്നതിന് ശേഷമാണോ പരിചയപ്പെട്ടത്? അതിനുശേഷമാണ് കല്യാണം കഴിച്ചത് അല്ലേ? എത്ര വർഷമായി പരിചയപ്പെട്ടിട്ട്? 4-5 വർഷമായില്ലേ? 5 വർഷമായി അല്ലേ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾക്കിടയിൽ തളർന്നു പോകുന്നവരാണ് നമ്മൾ. എന്നാൽ ജീവിതം ഇവരെ പഠിപ്പിച്ചത് ഏറെ മുന്നോട്ട് പോകാം. ഇപ്പോഴും കൈപിടിച്ച് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഇവരെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. വായനായനം പരിപാടിയുടെ ഭാഗമായി പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ പുസ്തകാവതരണം നടത്തി. പ്രശസ്ത കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനായനം പരിപാടിയുടെ ഭാഗമായി പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ പുസ്തകാവതരണം നടത്തി. കുഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പങ്കജാക്ഷി, C ബാലകൃഷ്ണൻ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, MV രാധാകൃഷ്ണൻ മാസ്റ്റർ, സന്തോഷ് K, ഗംഗാധരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വായനായനം പരിപാടിയുടെ ഭാഗമായി 50 പുസ്തകങ്ങൾ വായിച്ച് ചർച്ച ചെയ്ത് ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയമാണ് ഈ അപൂർവ പരിപാടിക്ക് ആതിഥ്യമരുളിയത്. അപരജീവിതങ്ങളിലേക്കുള്ള വാതായനങ്ങൾ തുറന്ന് പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് 50 പുസ്തകങ്ങൾ അവതരിപ്പിച്ച് ഇവർ റെക്കോർഡിട്ടത്. തിരക്കേറിയ ക്യാമ്പ് പ്രവർത്തനങ്ങൾക്കിടയിലാണ് മികച്ച പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത്. ആൽക്കമിസ്റ്റ്, വാനപ്രസ്ഥം, ഒരു തെരുവിന്റെ കഥ, ചന്ദനമരങ്ങൾ, പ്രണയം ദൂർത്തടിച്ച പഴയൊരു കാമുകൻ എന്നിങ്ങനെ പ്രശസ്തമായ 50 പുസ്തകങ്ങളാണ് ഇവർ വായിച്ച് ചർച്ച ചെയ്തത്. പുസ്തകങ്ങളും അത് വായിക്കുന്ന കുട്ടികളുടെ പേരും ചരടിൽ കോർത്ത് തൂക്കിയിട്ടിരുന്നതും പുതിയൊരു അനുഭവമായിരുന്നു. ഇങ്ങനെയൊരു വായനായനം പരിപാടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നിരവധി പേർ വായന കേൾക്കാനെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പാലയ്ക്ക് കുറിയിടൽ ചടങ്ങ് നടന്നു. 2025 ജനുവരി 25 മുതൽ 28 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്.
മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 19 സംവത്സരങ്ങൾക്കു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള പാലയ്ക്ക് കുറിയിടൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കരിവെള്ളൂർ, തൃക്കരിപ്പൂർ, കോറോം മുച്ചിലോടുകളിലെ ആചാരസ്ഥാനികർ, ക്ഷേത്രം ആചാരസ്ഥാനികർ, മറ്റു ക്ഷേത്രങ്ങളിലെ ആചാരക്കാർ, ക്ഷേത്രം കോയ്മക്കാർ, സംഘാടക സമിതി അംഗങ്ങൾ, ബാല്യക്കാർ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ആചാരസ്ഥാനികർ കുറിയിട്ട് മഹാവൃക്ഷത്തോട് അനുമതി വാങ്ങുന്നതായാണ് ചടങ്ങ്. കന്നിക്കലവറയുടെ നിർമ്മാണത്തിന് പലകയായും പന്തലായും ഈ വൃക്ഷത്തിന്റെ ഭാഗങ്ങളാണ് ഉപയോഗിക്കുക. 2025 ജനുവരി 25, 26, 27, 28 തീയതികളിലാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കന്നിക്കലവറയ്ക്ക് കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 19 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറയ്ക്ക് കുറ്റിയടിക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മേലാശാരി മുഹൂർത്ത കുറ്റിയടിച്ച് കന്നിക്കലവറയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. കരിവെള്ളൂർ, തൃക്കരിപ്പൂർ, കോറോം മുച്ചിലോടുകളിലെ ആചാരസ്ഥാനികർ, ക്ഷേത്രം ആചാരസ്ഥാനികർ, മറ്റു ക്ഷേത്രങ്ങളിലെ ആചാരക്കാർ, ക്ഷേത്രം കോയ്മക്കാർ, സംഘാടക സമിതി അംഗങ്ങൾ, ബാല്യക്കാർ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി എല്ലാ സാധന സാമഗ്രികളും ശുദ്ധിയോടെ സ്വരൂപിച്ചു വെക്കുന്ന പ്രധാന ഇടമാണ് കന്നിക്കലവറ. ഒരൊറ്റ സൂര്യരശ്മി പോലും അകത്തു കടക്കാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയെന്ന് പറഞ്ഞു കേൾക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അമൃത മിഷൻ, KKN പരിയാരം മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിയാരം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജലം ജീവിതം ബോധവത്കരണ പരിപാടിയുടെ ഭാഗമായി തെരുവ് നാടകം അവതരിപ്പിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് അമൃത മിഷൻ, LSGD, NSS എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടക്കുന്നത്. 93 നഗരപ്രദേശങ്ങളിൽ ജലസംരക്ഷണം, ദ്രവമാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കുള്ള ബോധവൽക്കരണം എന്നതിനെ ആസ്പദമാക്കിയാണ് തെരുവ് നാടകവും വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കടകളിൽ ജലസംരക്ഷണ ബോധവൽക്കരണ പ്ലക്കാർഡുകളും തൂക്കിയത്. സമയത്തും അസമയത്തും വെള്ളമൊഴുക്കി കളയാനാണ് എന്റെ വിധി. എന്നെ പിടിച്ച് തുറക്കും, പിന്നെ അടയ്ക്കാൻ മറന്നു പോകും. രോഗാണുക്കൾ മുഴുവൻ എന്റെ ഉള്ളിലേക്ക് ഒഴുകി വരുന്നു. അത് മാറ്റിത്തരാൻ നേരമുണ്ടോ ഇവിടെ? ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർ വസന്ത രവി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത, മുഹമ്മദ് റാഫി, T പ്രകാശൻ, NSS പ്രോഗ്രാം ഓഫീസർ C ഷീന, സെക്രട്ടറി നയന നാരായണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലം തരിശുരഹിത മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി ആലപ്പടമ്പ് തോട്ടിൽ നാടൻ ചിറ നിർമ്മിച്ചു. നിർമ്മാണോദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ നിർവഹിച്ചു. തരിശുരഹിത കേരളം പദ്ധതിയുടെ വിജയത്തിനും വരാനിരിക്കുന്ന വരൾച്ചയെ നേരിടുന്നതിനും നാടൻ ചിറകൾ നിർമ്മിച്ച് മാതൃകയാവുകയാണ് മാത്തൽ സർവീസ് സഹകരണ ബാങ്ക്. ആലപ്പടമ്പ് ദേവിയോട്ടുകാവിൽ നിന്നുത്ഭവിക്കുന്ന തോടിന്റെ ഇരുവശവും നെൽവയലുകളാണ്. വേനൽക്കാലം വന്നാൽ നല്ലൊരു ഭാഗം നിലം വെള്ളം കിട്ടാതെ തരിശിടേണ്ടി വരികയാണ്. ഇതിന് പരിഹാരമെന്ന നിലയിലാണ് ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം നാടൻ ചിറകൾ നിർമ്മിച്ച് വെള്ളം കെട്ടിനിർത്താൻ ബാങ്ക് തീരുമാനമെടുത്തത്. മാത്രമല്ല, വേനൽക്കാലത്ത് സമീപ പ്രദേശത്തെ കിണറുകളിൽ ജലനിരപ്പ് താഴാതിരിക്കുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ഇതുപകരിക്കും.
തരിശുരഹിത കേരളം പദ്ധതി ഏറ്റെടുത്തു നടപ്പിൽ വരുത്തുന്ന കർഷക സംഘം ആലപ്പടമ്പ മേഖലാ കമ്മിറ്റിയുടെയും പാടശേഖര സമിതി പ്രവർത്തകരുടെയും ക്ലസ്റ്റർ അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആലപ്പടമ്പ കണ്ണങ്കാട്ട് തോടിൽ ബാങ്ക് പ്രസിഡന്റും കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ശശിധരൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. തരിശുരഹിത കേരളം എന്ന പദ്ധതി അത് വിജയിപ്പിക്കുന്നതിനു വേണ്ടി കർഷക സംഘം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഈ വർഷം നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ തരിശുരഹിത കേരളമാക്കി കേരളത്തെ മാറ്റാനുള്ള തുടക്കം 140 നിയോജക മണ്ഡലങ്ങളിൽ ഇവിടെ പയ്യന്നൂരിലാണ് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബാങ്ക് സെക്രട്ടറി ടി തമ്പാൻ അധ്യക്ഷനായി. പി വി ബാലൻ, വി രതീഷ്, ടി കെ ശങ്കരൻ, പി ഗോപി, കെ രാജേഷ്, ടി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡിസംബറിലെ മഞ്ഞണിഞ്ഞ ക്രിസ്മസ് കാല രാവുകളും പോയി മറഞ്ഞു. ഇനി പുതുവത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. ന്യൂ ഇയറിനെ മധുരതരമാക്കാൻ കോത്തായിമുക്ക് MRS ലൈവ് ബേക്കറിയും ഫാക്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷത്തിനെന്ന പോലെ ന്യൂ ഇയർ ആഘോഷത്തിനും കേക്കുകൾ അവിഭാജ്യ ഘടകമാണ്. ന്യൂ ഇയറിനെ മധുരതരമാക്കാൻ കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. രുചികരമായ കേക്കുകളുടെ വൈവിധ്യം തന്നെയാണ് MRSന്റെ പ്രത്യേകത. പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള രുചികരമായ കേക്കുകൾ ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ നിന്നും തയ്യാറാക്കി നൽകുന്നു. ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾക്ക് മാത്രമല്ല മറ്റ് ആഘോഷങ്ങൾക്കെല്ലാം വിവിധ കേക്കുകളായ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, പ്ലം, ക്യാരറ്റ് കേക്ക്, ഐസ്ക്രീം കേക്ക്, ചോക്കോലാവ, റെഡ് വെൽവെറ്റ് തുടങ്ങിയ കേക്കുകളും മറ്റും തയ്യാറാക്കി വൈവിധ്യങ്ങളോടെയും പുതുമകളോടെയും പുതുവത്സരം മധുരമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കണ്ടോത്ത് കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന പയ്യന്നൂർ തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ. ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ 28 ശനിയാഴ്ച വൈകിട്ട് നടക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടക്കുക. സാംസ്കാരിക സമ്മേളനം, പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമങ്ങൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 3:30 പയ്യന്നൂർ ഗാന്ധി പാർക്ക് മുതൽ തായ്നേരി സ്കൂൾ വരെ സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടന സമ്മേളനം. സംഘാടക സമിതി ചെയർമാൻ AP അബ്ദുൾ മുത്തലീബിന്റെ അധ്യക്ഷതയിൽ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത മജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്, സംഗീത സംവിധായകൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാവും. തുടർന്ന് രാത്രി 7 മണിക്ക് ബിഗ് ബോസ് സ്റ്റാർ മാജിക് ഫെയിം ഷിയാസ് കരീമിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് KR, PTA പ്രസിഡന്റ് ജലാൽ ഗാംഗോൽ, MK ഇസ്മായിൽ, M നൌഫൽ മാസ്റ്റർ, KK ശിഹാബുദ്ദീൻ, S ഇസ്മായിൽ, SM സന്തോഷ്, MK തയ്യൽ, രഘു മാസ്റ്റർ, സുധീഷ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണിയാൻകുന്ന് വീട്ടൻ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും IRPCക്ക് സാമ്പത്തിക സഹായം കൈമാറലും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. കണിയാൻകുന്ന് വീട്ടൻ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും IRPCക്ക് സാമ്പത്തിക സഹായം കൈമാറലും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, സംസ്ഥാനത്ത് വളരെ 40 പഞ്ചായത്തുകൾ മാത്രമേ ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ അത് ഏറ്റെടുത്തുകൊണ്ട് വയോജന സൗഹൃദമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ വീട്ടൻ ട്രസ്റ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ഈ ഒരു
സൗകര്യങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാ വാർഡുകളിലും വയോജന പാർക്ക് വേണം. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് സായംപ്രഭ ഹോം. ചടങ്ങിൽ KV ബാബുരാജ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P സന്തോഷ് IRPCക്കുള്ള ധനസഹായം ഏറ്റുവാങ്ങി. M രാഘവൻ, K മധു, K പങ്കജാക്ഷി, C പ്രിയ, P ഹരികുമാർ, KV രാധാമണി, P സുകുമാരൻ, PM പരമേശ്വരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. അശരണർക്ക് വീട്ടൻ ഇതിനകം നിരവധി സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പി കോരൻ മാസ്റ്റർ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നീന്തൽ പരിശീലനം നടന്നു. സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഡിസംബർ 29 വൈകുന്നേരം 4 മണിക്ക് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന പി കോരൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി 2019 ഒളവറയിൽ സ്ഥാപിതമായ പി കോരൻ മാസ്റ്റർ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നീന്തൽ പരിശീലനം നടത്തി. ഒക്ടോബർ 31 ആരംഭിച്ച പരിശീലന പരിപാടിയിൽ കഴിഞ്ഞ 45 ദിവസങ്ങളിലായി 3 ബാച്ചുകളിൽ 66 കുട്ടികൾക്ക് പരിശീലനം ലഭിച്ചു. സ്പോർട്സ് കൌൺസിലിൽ നിന്നും പരിശീലനം ലഭിച്ച M പവിത്രനാണ് പരിശീലകൻ. സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഡിസംബർ 29 വൈകുന്നേരം 4 മണിക്ക് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് വായനശാലയുടെ കലാവേദി ജേഴ്സി പ്രകാശനം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിക്കും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു അധ്യക്ഷത വഹിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് വിവിധ പരിശീലന ക്ലാസുകളും ക്യാമ്പുകളും ഗ്രന്ഥാലയം നടത്തിവന്നിട്ടുണ്ട്. മാധ്യമ സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് KV രാജേഷ്, കോരൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ചെയർമാൻ TV ബാലകൃഷ്ണൻ, നീന്തൽ പരിശീലകൻ M പവിത്രൻ, ഷാജി കപ്പണക്കാൽ, രാജേഷ് P എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാഘവപുരം സഭായോഗം വാർഷിക സഭയിൽ വെച്ച് ശ്രോത്രിയരത്നം പുരസ്കാരം സമർപ്പിച്ചു. രാഘവപുരം സഭായോഗത്തിന്റെ 1231 വാർഷിക സഭയ്ക്കും മഹാവേദഭജനത്തിനും വേദിയാകുന്ന ചെറുതാഴം കണിശ്ശേരിക്കാവിൽ വെച്ചാണ് പുരസ്കാരം സമർപ്പിച്ചത്. ചെറുതാഴം രാഘവപുരം സഭായോഗത്തിന്റെ 1231 വാർഷിക സഭയ്ക്കും മഹാവേദഭജനത്തിനും ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ തുടക്കമായി. ചടങ്ങിൽ വച്ച് ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ പരമോന്നത ബഹുമതിയായ ശ്രോത്രീയ രത്ന പുരസ്കാരം വേദസംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച ആമല്ലൂർ നാരായണൻ നമ്പൂതിരിക്ക് ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ സമർപ്പിച്ചു. ജഗദ്ഗുരു ശ്രീമദ് ശങ്കര ഹസ്താമലക ആചാര്യ എടനീർ മഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് സച്ചിദാനന്ದ ಭಾರತಿ ಸ್ವಾಮಿ ಅನುಗ್ರಹ ಭಾಷಣ ನಡೆಸಿ ಒಂದು ಮೂಲವಾಗಿ ನಾವು ಪರಿಗಣಿಸುತ್ತೇವೆ. ಅದು ನಮಗೆ ಸಂಸ್ಕೃತಿಯನ್ನು ಸಂಸ್ಕಾರವನ್ನು ಹೇಳಿಕೊಡುವಂತಹ ಒಂದು ಮಹತ್ತಾದಂತಹ ಒಂದು ಗ್ರಂಥವಾಗಿದೆ. ಹಿಂದಿನ ಕಾಲದಲ್ಲಿ ನಮ್ಮ ಜೀವನ ಪದ್ಧತಿಯನ್ನು ಜೀವನ ಕ್ರಮವನ್ನು ವೇದಗಳು ನಮಗೆ ನಿರೂಪಿಸಿಕೊಟ್ಟವು. ನಾವು ಹೇಗೆ ಧರ್ಮದಲ್ಲಿ ಬದುಕಬೇಕು ಅನ್ನೋದನ್ನು ನಮಗೆ ವೇದಗಳು ತಿಳಿ ಹೇಳಿಕೊಟ್ಟಿವೆ. ನಾವು ವೇದಗಳಲ್ಲಿ ನೋಡ್ತೇವೆ ಸತ್ಯಂಬದ ಧರ್ಮಂಚರ, ಮಾತೃದೇವೋಭವ, ಪಿತೃದೇವೋಭವ, ಈ ರೀತಿಯಾಗಿ ಹೇಗೆ ನಾವು ನಮ್ಮ ಮಾತಾಪಿತೃಗಳನ್ನು ಗುರು ಹಿರಿಯರನ್ನು ಗೌರವಿಸಬೇಕು, ಯಾವ ರೀತಿ ನಾವು ಸತ್ಯವನ್ನು ಹೇಳುವುದರ ಮೂಲಕ ನಮ್ಮ ಬದುಕನ್ನು ಸಾಗಿಸಬೇಕು. ചടങ്ങിൽ മുൻ റാവൽജി വടക്കേ ചന്ദ്രമന ഈശ്വരപ്രസാദ് നമ്പൂതിരി, മുഞ്ചിരമഠം മൂപ്പിൽ സ്വാമിയാർ നാരായണ ബ്രഹ്മാനന്ദ തീർത്ഥസ്വാമികൾ, മധുമരങ്ങാട് അജിത് നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രാന്തംചാൽ ശാന്തിനികേതന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലനം ആരംഭിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രാന്തംചാൽ ശാന്തിനികേതൻ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സെന്റർ ആതിഥ്യമരുളുന്ന സൗജന്യ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലനം ആരംഭിച്ചു. ശ്രീരാമചന്ദ്രൻ മിഷനുമായി ചേർന്നാണ് 3 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ഹാർട്ട്ഫുൾനെസ് സോണൽ കോർഡിനേറ്റർ ഡോക്ടർ P പുഷ്പാങ്കദൻ അധ്യക്ഷനായി. കേരള ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ട്രെസ്സിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്കും സ്ട്രെസ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ കാലഘട്ടത്തിലുള്ള എൻ്റെ പ്രായത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഈ സ്ട്രെസ്സിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാകുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ്സിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാകുന്നത് എന്നുള്ള ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നിനും സമയമില്ല. വിജയന്നം, TV കുഞ്ഞിക്കണ്ണൻ, രവീന്ദ്രനാർ, വിജയരാഘവൻ C,
KV നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ശരീരം സ്വസ്ഥമാക്കൽ, മെഡിറ്റേഷൻ, ആന്തരിക ശുദ്ധീകരണം, പ്രെയർ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സർസൈസ് തുടങ്ങിയവയിലാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. ഓരോ ദിവസത്തെയും പരിശീലനത്തിന് ശേഷം ലൈറ്റ് റിഫ്രഷ്മെന്റും ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ബാലസംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. ബാലസംഘം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ബാലസംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഏറ്റുകുടുക്ക പി കൃഷ്ണപിള്ള സ്മാരക വായനശാല ഹാളിലാണ് മത്സരങ്ങൾ നടന്നത്. ഡിസംബർ 28 ബാലസംഘം സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ചിത്ര, കഥ, കവിതാ മത്സരങ്ങളാണ് നടന്നത്. ബാലസംഘം പെരിങ്ങോം ഏരിയ കൺവീനർ KP കമലാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1938 കല്യാശ്ശേരിയിൽ വെച്ച് രൂപീകൃതമായ ബാലസംഘത്തിന്റെ അന്നത്തെ പേര് ദേശീയ ബാലസംഘമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് 71 ദേശാഭിമാനി ബാലസംഘവും 82 ബാലസംഘവുമായി പരിണാമപ്പെട്ടപ്പോഴും ബാലസംഘത്തിൻ്റെ മുദ്രാവാക്യവും അതുപോലെ തന്നെ അതിൻ്റെ ദിശാബോധവുമെല്ലാം കുട്ടികളെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ള ഉദാത്തമായ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ബാലസംഘം മുന്നോട്ട് പോയിട്ടുള്ളത്. T ജയകുമാർ അധ്യക്ഷനായി. ശ്രീരാജ്, നാരായണൻ K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. 28-ന് ആലപ്പടമ്പ യുവധാരയിൽ വെച്ച് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. എരമം കടയക്കര അഞ്ജലി വിദ്യാനികേതനിലെ അന്തേവാസികൾക്കൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷം നടന്നത്. എരമം കടയക്കരയിലെ അഞ്ജലി വിദ്യാനികേതനിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനായി മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരെത്തി. സ്നേഹസദ്യ ഒരുക്കുവാനുള്ള സാധനങ്ങളുമായാണ് മാതമംഗലം കൂട്ടായ്മ അഞ്ജലി വിദ്യാനികേതനിലെത്തിയത്. മാതമംഗലം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത സാധനങ്ങൾ കൈമാറി. എന്നും കൂടെ തന്നെയാണുള്ളത്. പക്ഷേ ഇന്ന് ക്രിസ്മസ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം നല്ലൊരു ദിവസമായി ഇന്ന് നമ്മുടെ അഞ്ജലിയിലെ സഹോദരിമാരെ കൂടെ ചെലവഴിക്കാനാണ് മാതമംഗലം കൂട്ടായ്മയുടെ കൂട്ടുകാർ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്ന നമ്മുടെ സിസ്റ്ററായി കഴിഞ്ഞാലും മദറായി കഴിഞ്ഞാലും CV അഭിലാഷ് പേരൂൽ, M ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ ഒരേയൊരു MT കഥാവശേഷനായി. MT എന്ന 2 അക്ഷരത്തിലെഴുതിയ ഇതിഹാസ കാവ്യത്തിന്റെ അവസാന അധ്യായവും പൂർത്തിയാകുമ്പോൾ തിരശ്ശീലക്ക് പുറകിലേക്ക് മറയുന്നത് മലയാള സാഹിത്യത്തിന്റെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ. കാൽപന്ത് കളിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ രാപ്പകലുകളെ ആവേശഭരിതമാക്കിയ സബ് ജൂനിയർ സെബത്രാക്കോ ദേശീയ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മണിപ്പൂരിന്റെ വെല്ലുവിളികൾക്കിടയിലും രഘു ഇവന്റിലും ഡബിൾ ഇവന്റിലും കേരള പെൺകുട്ടികൾ സ്വർണമണിഞ്ഞു. ഉപ്പുവെള്ളക്കെടുതിയിൽ മാടായി ഗ്രാമപഞ്ചായത്തിലെ മൂലക്കീൽ നിവാസികൾ. മാടായി ഗ്രാമപഞ്ചായത്തിലെ വെങ്ങര, മൂലക്കീൽ ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജീവിതത്തിൽ പരിമിതികളെ മറികടന്ന് പരസ്പരം താങ്ങും തണലുമായി 5 ദമ്പതികൾ. 5 പേരും തങ്ങളുടെ തുണയെ കണ്ടെത്തി ജീവിത വിജയം നേടിയത് ഫ്ലൈ കൂട്ടായ്മയിലൂടെ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.